മോർണിംഗ്. അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടെ കിടന്നുറങ്ങി കേട്ടോ, പെട്രോൾ പമ്പിൽ. ഈ ഒരു പെട്രോൾ പമ്പിലാണ് കിടന്നുറങ്ങിയത്. ഈ ഭാഗത്തുള്ള ആകെയുള്ളൊരു പെട്രോൾ പമ്പ് കേട്ടോ. ഡീസൽ കാര്യങ്ങളൊന്നും സ്റ്റോക്കൊന്നുമില്ല, പക്ഷേ പെട്രോൾ പമ്പ് വർക്കിംഗ് ആണ്. പിന്നെ നമുക്ക് എന്താ പറയുക, ഫുൾ സെക്യൂരിറ്റി ആയിരുന്നു BSF നമ്മളെ വണ്ടിക്ക് എന്ന് പറയുക. BSFിൻ്റെ ഒരു രാത്രി ആൾക്കാർ വിട്ടായിരുന്നു. ഇത് എന്ന് പറയുന്നത് ബംഗ്ലാദേശാണ്. ബംഗ്ലാദേശിൻ്റെ ബോർഡർ ആയതുകൊണ്ട് വൻ സെക്യൂരിറ്റി ആണ് കേട്ടോ. ഈ കാണുന്ന വെള്ളമില്ലേ, ഞാൻ അപ്പുറത്തെ സൈഡിൽ നിന്ന് കാണിച്ചു തരാം. ഇത് ബോർഡറാണ്, ജസ്റ്റ് അങ്ങോട്ട് കടന്ന ബംഗ്ലാദേശ് എത്തി. അതുകൊണ്ട് പിന്നെ ഞങ്ങളും ബോർഡറിലാണ് ഉള്ളത്. ഇവിടെ നോക്കിയാൽ കാണാം കേട്ടോ. ഈ കാണുന്ന ആ ഒരു വെള്ളം പോലെ കാണുന്നത് ബംഗ്ലാദേശാണ്, അതിനിപ്പുറത്ത് ഇന്ത്യ കേട്ടോ. അപ്പോൾ ഇത് ബോർഡറാണ്. ഒരുപാട് കാട്ടാരകളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ബോർഡറാണ്. കൊള്ളാം സംഭവം, ഒരു സ്ഥലമാണ്. അപ്പോൾ ഇവിടെയായിരുന്നു ഇന്ന്. ഇനി നമ്മൾ മെല്ലെ പോകുന്നത് നമ്മുടെ ചിറാപ്പുഞ്ചി സൈഡിലേക്കാണ്. പയ്യെ ഇന്ന് നീങ്ങണം കേട്ടോ. ഇന്ന് ചിറാപ്പുഞ്ചി ആ ഭാഗത്തോട്ട് എത്തിച്ചേരാനുള്ള പരിപാടി. അത് കഴിഞ്ഞ് ഷില്ലോങ് അങ്ങനെ പോവാട്ടോ. നമ്മളൊരു വ്യൂ പോയിന്റിലേക്ക് പോകട്ടോ. ഇന്ന് രാവിലെ തന്നെ ഒരു വ്യൂ പോയിന്റ് കാണാൻ പോവാണ്. ഫുള്ള് കോട നിറഞ്ഞ വഴിയാണ്. വഴികളൊക്കെ ഇങ്ങനെയാണ്, ചെറിയ വഴിയാണ്, എന്നാലും നല്ലൊരു വ്യൂ കിട്ടുന്ന വിചാരിക്കുന്നു. മുകളിലെത്തി കഴിഞ്ഞ് കുറച്ച് റെസ്റ്റ് എടുത്താൽ. ചിറാപ്പുഞ്ചി എത്തി. മഴയോളം മഴയാണ്. ചിറാപ്പുഞ്ചിയുടെ അടുത്താണുള്ളത്. ഫുൾ മഴ, ഫുൾ ടൈം മഴ. നമ്മളെ നാട്ടിലെ മഴക്കാലത്ത് പോകുന്ന പോലെ തന്നെ കേട്ടോ. ഫുള്ള് കോടമഞ്ഞും കാര്യങ്ങളായിട്ട് ഒരു രക്ഷയില്ല. ഫുൾ കോടയാണ്, കോടയോട് കോട. വ്യൂ പോയിന്റ് ഒന്നും കാണാൻ പറ്റാൻ തോന്നില്ല. എന്നാലും കുഴപ്പമില്ല, വെറുതെ പോവാ, ഒരു ഡ്രൈവ്. അങ്ങനെ നമ്മളിതാ പോയിക്കൊണ്ടിരിക്കുന്നത്. മഴക്ക് കോടമഞ്ഞിന് ചെറിയൊരു കുറവുണ്ട്. കാട് തന്നെ കേട്ടോ, വേറെ കാണാനില്ല, ഫുള്ള് കാടാണ്. രാവിലെ തന്നെ ഒരു നൈസ് എന്താ പറയുക വൈബാണ്. രാത്രി കിടക്കുമ്പോൾ വലിയ മഴയൊന്നും ഉണ്ടല്ലോ, പക്ഷെ രാവിലെ എണീക്കുമ്പോഴത്തേക്ക് ഫുള്ള് മഴ കേട്ടോ. പിന്നെ രാവിലെ ഒരു കൊല്ലംകാരൻ ഒരു BSFിലെ ഉദ്യോഗസ്ഥനെ കണ്ടിരുന്നു, ആളുണ്ടായിരുന്നു. രാവിലെ എണീക്കുമ്പോൾ തന്നെ ചോദിച്ചു നാട്ടിലെവിടെയാണ്. മലയാളി രാവിലെ എണീക്കുമ്പോൾ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ആളെ പരിചയപ്പെട്ട് കുറച്ച് സംസാരിച്ചു, ആള് പോയേട്ടോ. ഉണ്ട് ഒരുപാട് മലയാളീസ് കാര്യങ്ങളൊക്കെ ഉണ്ട് BSFിലൊക്കെ. ആരെങ്കിലൊക്കെ ആയിട്ട് കാണാം പോകുന്ന വഴിയിൽ. പിന്നെ നമുക്ക് ഇവിടെ ഉണ്ട്, ഷില്ലോങ്ങിനുണ്ട് ഒരു മിലിറ്ററിക്കാരനെ കാണാനുണ്ട്. നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ സുഹൃത്താണ്. ആളൊന്ന് കാണണം, എല്ലാവരെയും കാണാനുണ്ട്. ഏകദേശം നമ്മളെ വ്യൂ പോയിന്റ് എത്തിയിട്ടുണ്ട്. ഒരു 2 കിലോമീറ്ററും കൂടി കേട്ടോ. ഫുള്ള് റോഡ് എന്ന് പറയുന്ന സാധനമൊന്നും ഇല്ല, റോഡെല്ലാം ഫുള്ള് കുഴിയാണ്. ആനകളെല്ലാം ഉണ്ടാകാൻ ചാൻസ് എല്ലാം ഉണ്ട്. ആന ഇതുവരെ കണ്ടില്ല. ഞാനിങ്ങനെ പോകുന്നു, നോക്കാം. നമ്മളതാ തങ്ക്രൈ എന്ന് പറഞ്ഞൊരു ഗ്രാമത്തിലേക്ക് കേട്ടോ. തങ്ക്രൈ ഇങ്ങനെ പോകുന്നുണ്ട്. തേടിയാണെന്നൊന്നും എനിക്കും അറിയില്ല. നമ്മൾ ജസ്റ്റ് പോകുന്നത്. ഗവൺമെന്റ് ഓഫ് മേഘാലയ എന്തെല്ലോ സംഭവം കാണുന്നുണ്ട്. അംഗനവാടിയാണ്. ഒരു വ്യൂ പോയിന്റ് കാണാൻ വന്നേ കേട്ടോ. പക്ഷെ സംഭവം എന്ന് വെച്ചാൽ ഫുള്ള് കോടയാണ്. എന്നാൽ ഒരു പുല്ലും കാണില്ല, ആടെയിലെ വീട് പോലും കാണുന്നില്ല. അപ്പോൾ വ്യൂ പോയിന്റിൽ പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല. അവിടെ എത്തി, ലൊക്കേഷനിലെത്തി. ഇത് കാശി ഹിൽസ് കേട്ടോ. കാശി ഹിൽസ് എന്ന് പറഞ്ഞാൽ ഡിസ്ട്രിക്റ്റിലാണ്. ഇതവിടെ നോക്കിക്കഴിഞ്ഞാൽ ബോർഡുണ്ട്. ഓക്കെ, സൗത്ത് വെസ്റ്റ് കാശി ഡിസ്ട്രിക്റ്റ്. ഓക്കെ, നോങ് നാ എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. നോങ് നാ. കൊള്ളാം, നല്ല മഴ. ചിറാപ്പുഞ്ചി എന്നെല്ലാം പറയുമ്പോൾ ഇങ്ങനെ ടേസ്റ്റ്. ഈ ഒരു ഭാഗത്ത് അതേപോലെ കുറേ നമ്മുടെ ലൈം സ്റ്റോൺസിന്റെ കേവ് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഒരുപാടുണ്ട്. ഞാനൊരു 3-4 ആഴയൊക്കെ ആയിട്ട് കണ്ടിട്ടുണ്ട്. എല്ലാം സെയിം തന്നെ ആയിരിക്കും, വലിയ കാര്യമൊന്നുമില്ല. എല്ലാം ഏകദേശം സെയിമാണ്. ഇവിടെ ഈ ഒരു ഭാഗത്ത് കുറേ ഉണ്ട്. ഇപ്പം അതിൻ്റെ അകത്തോട്ട് കയറാൻ പറ്റില്ല. എല്ലാ കേവിലും വെള്ളമാണ്, മഴയായതുകൊണ്ട്. അങ്ങനെ ഒരു പ്രശ്നം, വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഒരുപാട് ഇപ്പം നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ ഞാൻ ഇപ്പോൾ അടുത്തുള്ള സ്ഥലം നോക്കിയ സമയത്ത് അവിടെയും കാണുന്നുണ്ട്. അത്യാവശ്യം എല്ലായിടത്തും ഉണ്ട് സാധനങ്ങൾ. ഒരുപാട് സ്പോട്ടുകളുണ്ട് വ്യൂ പോയിന്റ്. പക്ഷെ ഇതന്നെ ഈ മഴക്കാലം വന്നു കഴിഞ്ഞാൽ ഒന്നും കാണൂല, അത്രേ ഉള്ളൂ. വേനൽക്കാലത്താണെങ്കിൽ ഞങ്ങളെ ഫോട്ടോ ഒക്കെ എടുക്കാൻ അടിപൊളി സ്ഥലമുണ്ട്. വേറെ നമുക്ക് ഒരു ബൈക്ക് ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യണം. അടുത്ത വർഷം നോക്കട്ടെ, അടുത്ത വർഷം നടക്കുമെന്ന് അറിയില്ല.
പ്ലാൻ ചെയ്യാത്തതുണ്ട്, തോന്നുമ്പോൾ വരാം. അങ്ങനെ നമ്മളിതാ ചിറാപ്പൂഞ്ചി മഴയത്ത് ആണ് ഉള്ളത്. നല്ല മഴ കേട്ടോ, കിടിലം മഴ ഒന്നും പറയാനുണ്ട്. ഒന്നൊന്നര വ്യൂ പോയിന്റ് ആയി പോട്ടോ. നല്ല സ്റ്റീപ്പ് കയറ്റം. നമ്മള് 4 വീലറിട്ട് മെല്ലെ കയറും കേട്ടോ. വൻ കയറ്റാണ്, താഴെ ഫുൾ കയറ്റാണ്. സ്റ്റെപ്പ് ഉണ്ട് ഉണ്ടാക്കി വെച്ചിട്ട് നടന്നു പോകാനാണെങ്കിൽ. പിന്നെ എത്തി ഞാൻ ഫോട്ടോയിലൊക്കെ കണ്ട സ്ഥലത്തിട്ടുണ്ട്. എന്താണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തി. 4 വീല് കൊണ്ട് അങ്ങനെ കുറെ കുളങ്ങളുണ്ട് കേട്ടോ. നമ്മൾ കുറെ സ്ഥലത്ത് എത്തും, അതാണ് അതിൻ്റെ ഒരു കുളം. അതാ നമ്മളങ്ങനെ നോങ്നാങ് എന്ന് പറഞ്ഞൊരു വ്യൂ പോയിന്റിലല്ല കേട്ടോ. വ്യൂ പോയിന്റ് വെച്ചാൽ ഒന്നും കാണാൻ പറ്റൂല, അതിപ്പോൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നല്ല കിട്ടില്ല പോലത്തെ വ്യൂ ആണ് കിട്ടുന്നത്. പക്ഷേ ഫോട്ടോസ് ഞാൻ ഗൂഗിളിൽ നോക്കി കണ്ടുപിടിക്കേണ്ട വേറെ രക്ഷയൊന്നുമില്ല. പിന്നെ മഴക്കാലല്ലേ, സീസൺ അല്ലാത്തതുകൊണ്ട് ആരുമില്ല. നമ്മളെന്തായാലും ഉന്തിപ്പിടിച്ച് ഇവിടെ വരെ വന്നിട്ടുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഗംഭീര വ്യൂ കേട്ടോ. ശരിക്കും അതൊരു നല്ല രസമായിരുന്നു കാണാൻ. ഇവിടെ ഇരിക്കാനൊരു സ്റ്റെപ്പ് പോലത്തെ സംഭവമൊക്കെ ആക്കിയിട്ടുണ്ട്. സ്റ്റെപ്പല്ല, മറ്റേ കല്ലും കൊണ്ട് ഇരിക്കാനൊരു സാധനം ആക്കിയിട്ടുണ്ട്. ആൾക്കാരെല്ലാം വരുന്ന വളരെ കുറവാന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് തെളിയോ നോക്കാം. ഇവിടെ തെളിഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് നല്ലൊരു വ്യൂ കിട്ടും കേട്ടോ. നമുക്കൊരു ഇതാണ് ജസ്റ്റ് ഒരു വാച്ച് ടവർ പോലത്തെ സ്ഥലമുണ്ട്, നോക്കാം നമുക്ക്. അപ്പോൾ ആൾക്കാർ വരലുണ്ട് കേട്ടോ. പുല്ലെല്ലാം ചവിട്ടി കൊണ്ടാടാക്കിയിട്ട് കാണുന്നുണ്ട്. സീസൺ അല്ലാത്ത സമയത്ത് വന്നു കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ. മഴ പോകുന്നതെല്ലാം നോക്കി ഇരിക്കേണ്ടി വരും, വേറെ പരിപാടിയൊന്നും നടക്കൂല. നിങ്ങൾക്ക് ഇവിടുന്ന് ഒന്നും കാണുന്നില്ല കേട്ടോ. മഴ കുറയോന്ന് വെച്ചിട്ട് ഞാനിപ്പോൾ ഒരു അരമണിക്കൂറായി നിൽക്കുന്നു. മഴ നിൽക്കുന്ന കാണുന്നില്ല, ഫുള്ള് വെള്ളയാ, ഒന്നും കാണാൻ പറ്റുന്നില്ല. നോക്കാം നമുക്ക് എന്തായാലും. ടിക്കറ്റ് കാര്യമൊന്നുമില്ല. വരുന്ന വഴിക്ക് ഒരു ചെക്കനെ കണ്ടു, ചെക്കനോട് വഴി ചോദിച്ചു. ചെക്കൻ പറഞ്ഞു നേരെ തന്നെയാണെന്ന് പറഞ്ഞു. അതൊരു പടുകൂറ്റൻ ഭയങ്കര ഒരു പിന്നെ കയറ്റായിരുന്നു കേട്ടോ. നല്ല 4 വീലിട്ട് വൈകി ഞങ്ങൾ കയറി വന്നു. നല്ല കുടയിൽ മിക്കവാറും കാറ്റ് കൊണ്ടുപോകാൻ ചാൻസ് ഉണ്ട്. ഇതാണ് അവസ്ഥ കേട്ടോ. വ്യൂ പോയിന്റ് ഒന്ന് എന്നെ തെറി പറയരുത്, ഒന്നും കാണാൻ പറ്റുന്നില്ല. പക്ഷെ നല്ല ക്ലൈമറ്റ്. വണ്ടി തന്നെ പോയി ഇരിക്കുക കേട്ടോ. കോടയില്ലെങ്കിൽ വണ്ടി കാറ്റ് കൊണ്ടുപോകും. വണ്ടി തന്നെ കാണുന്നില്ല, അത്രക്കും കോടയാണ്. നൈസ്. അങ്ങനെ വ്യൂ പോയിന്റിൽ വന്നിട്ട് ആകെ മൂഞ്ചലും പരിപാടിയായിട്ട് തിരിച്ചു പോകട്ടോ. ഒന്നും കാണാൻ പറ്റുന്നില്ല, എമ്മാതിരി മഴയാണ്, ഒന്നും കാണാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ മെല്ലെ ഇവിടുന്ന് ഇറങ്ങാനുള്ള പരിപാടി കേട്ടോ. അടുത്ത സ്പോട്ടിലേക്ക് മെല്ലെ ഇറങ്ങാം. ഇവിടെ മഴ നിൽക്കൂല, പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ശക്തിയായ മഴയാണ്, നിൽക്കാത്ത മഴയാണ്. അതുകൊണ്ട് എന്തായാലും നമ്മൾ റിട്ടേൺ അടിക്കാം. തീരെ വിസിബിലിറ്റി ഇല്ല കേട്ടോ, ഒന്നും കാണാൻ പറ്റുന്നില്ല. അതുകൊണ്ട് നമ്മൾ തിരിച്ചിറങ്ങിപ്പോവാണ്. അവിടെ റോഡ് കാര്യങ്ങളൊക്കെ ചെറിയ മങ്ങൽ പോലെ നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും, അത്രയേ ഉള്ളൂ, ഒന്നും കാണാൻ പറ്റുന്നില്ല. അപ്പം എന്തായാലും ഈ ഒരു സ്പോട്ട് കിടിലൻ സ്പോട്ടായിരുന്നു. എന്തായാലും നമുക്ക് അടുത്ത സ്പോട്ട് പോയി നോക്കാം കേട്ടോ. ഒരു ഐലൻഡ് പോലത്തെ സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. അതിൻ്റെ കാഴ്ചകളെങ്കിലും കിട്ടുമെന്ന് വിചാരിക്കുന്നു. ചിറാപ്പൂഞ്ചി മഴയത്ത് വെള്ളം പിടിക്കുക കേട്ടോ. എൻ്റെ അമ്മയൊന്നും പറയണ്ട, ഫുള്ള് മഴയാണ്, ഒടുക്കത്തെ വെള്ളമാണ്. ഇതാണ് അവസ്ഥ കേട്ടോ. ഒന്നും കാണുന്നൊന്നുമില്ല, ക്യാമറയിൽ കാണുന്ന വിസിബിലിറ്റി പോലും നേരിട്ട് നമുക്കില്ല, അത്രയും കോടയാണ്. റോഡ് എന്നെല്ലാം പറഞ്ഞാൽ ഇങ്ങനെ ഒരു എന്താ പറയുക, ചെറിയൊരു രൂപരേഖ പോലെ കാണാം. നമ്മളിങ്ങനെ പോകുന്നു, സംഭവം കൊള്ളാട്ടോ. ചിറാപ്പൂഞ്ചിയിലെ മഴ ഒരു രക്ഷയില്ല, വളരെ അബാൻഡന്റ് ആയിട്ടുള്ളൊരു പ്ലേസ് കേട്ടോ. ആരുമില്ല, ജനങ്ങളൊന്നും കാണാനേ ഇല്ല, വണ്ടികളില്ല, ഒന്നുമില്ല. ഫുള്ളിങ്ങനെ പോകുന്നുണ്ട് മഴയത്ത്, ഫുൾ കോടമഞ്ഞ് ഒരുപോലെ. ചെറിയ ഏതോ ഗ്രാമത്തിലേക്കൂടെ പോകുന്ന കേട്ടോ. ഒന്നുമില്ല, ചെറിയ ചെറിയ ഷെഡുകളാണ്, നമ്മളെ ഷീറ്റും കൊണ്ട് അടിച്ച ചെറിയ ഷെഡുകളാണ് വീടുകളെല്ലാം, അത്രയുള്ളൂ കേട്ടോ. വണ്ടികളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതെല്ലാം കണ്ട, ഇതൊക്കെയാണ് ഒരു വീട് എന്ന് പറയുന്നത്, അതിനകത്തൊക്കെയാണ് ആൾക്കാർ നിൽക്കുന്നത്. വളരെ ചെറിയ 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 ഗ്രാമങ്ങളാണ്. ട്രാൻസ്പോർട്ടേഷന് കാര്യമൊന്നും ഇല്ല. ഇപ്പം ലിഫ്റ്റെല്ലാം ചോദിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ എന്താ പറയുക, ഒന്നുമില്ല, വണ്ടിയൊന്നുമില്ല. തൈഫിൻഡിഗംസ് എന്താ അങ്ങനെ എന്തോ ഒരു സ്ഥലത്തിൻ്റെ പേര് കേട്ടോ. എന്താണോ അത് വായിക്കാൻ കിട്ടുന്നില്ല, സ്ഥലത്തിൻ്റെ പേരെല്ലാം വൃത്തിട്ട പേര്, അതായത് ചൈന പേര് പോലെയാണ്. ഫുൾ കോട, കോടയോട് കോട, കോട കണ്ട് 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 ഇപ്പം മടുക്കും.
ഈ ഭാഗത്തെല്ലാം ചെറിയ ചെറിയ കുടിലുകളും അത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ വീടുകളിലെ ഇഷ്ടം പോലെ പിന്നെ ചെറിയ എന്താ പറയുക തട്ട് മരം കൊണ്ടൊക്കെ അടിച്ച് ചെറിയ ചെറിയ വീട് കാര്യങ്ങളൊക്കെയാണ്. ഈ ഭാഗത്തൊക്കെ എനിക്ക് തോന്നുന്നു ക്രിസ്ത്യൻസാണ് കൂടുതൽ, ക്രിസ്ത്യൻ മതവിശ്വാസികൾ കൂടുതലാണ്. ചർച്ച് കാണാറുണ്ട്, വേറെ ഒന്നും കാണാറില്ല, ആൾക്കാരെല്ലാം വളരെ കുറവാണ്. ഇടയ്ക്ക് ചർച്ച് ഇങ്ങനെ ചെറുത് കാണാൻ അത്രയേ ഉള്ളൂ. കുറേ മക്കളും അച്ഛനും അമ്മയെല്ലാം കൂടിയിട്ട് അങ്ങനെ ചെറിയൊരു കുടുംബം, വേറെ പരിപാടിയൊന്നും ഇല്ല ഇവിടെ. ഫുള്ള് അങ്ങനെ കേട്ടോ, അന്നത്തെ കാര്യങ്ങൾ ഇങ്ങനെ നോക്കി ജീവിക്കുന്ന ടീമാണ്, അത്രയേ ഉള്ളൂ. കാടാണ്, വേറൊന്നും ഇല്ല ഇവിടെ. പോകുന്ന വഴിയിൽ കണ്ടേട്ടാ, ഇത് എവിടെയാണെന്നൊന്നും അറിയില്ല, ജിങ്ക് മഹം. ഇവിടെ ചെറിയൊരു ബണ്ട് പോലെയെല്ലാം കെട്ടിയിട്ട് വെള്ളമൊക്കെ പിടിച്ചു നിർത്തുന്നൊരു സ്ഥലമാണ്, അങ്ങനൊരു സംഭവം. അതുപോലെ തന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഒരു മലയുണ്ട് കേട്ടോ, ഒരു പാറ, ഒരു പടുകൂറ്റ പാറയുണ്ട് കേട്ടോ. ഈ അമ്മാതിരി പാറ, ഓ ഒന്നും പറയണ്ട, വലിയ പാറയാണ്. ഒരുമാതിരി വിജനമായ സ്ഥലം കേട്ടോ, ആരുമില്ല, ഒരു വണ്ടി പോലും കാണാനില്ല, അങ്ങനത്തെ ഒരു സ്ഥലം. ഒരു കാട്, പിന്നെ ഇതുപോലെ ചെറിയ പുഴ കാര്യങ്ങളുണ്ട്. കുറേ സമയം ഓടുന്നു, 2 മണിക്കൂർ ഓടാനുണ്ട്. ഫുൾ കാടാണ്, ആൾക്കാരൊന്നും ഇല്ലാത്തൊരു സ്ഥലം കേട്ടോ. ഇനിയും പോവാ തന്നെ. പക്ഷെ നല്ല ക്ലൈമറ്റ്, നല്ല കോടമഞ്ഞും മഴയും നല്ല ക്ലൈമറ്റ്. അതുകൊണ്ട് അതെല്ലാം ഇങ്ങനെ ആസ്വദിച്ച് പയ്യെ അങ്ങനെ പോവാണ്. ഒരു ഐലൻഡ് പോലത്തെ ഒരു സ്ഥലത്താണ് പോകുന്നത്. ഇപ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല. വേനൽക്കാലത്തൊക്കെ നല്ലൊരു വ്യൂ ഉള്ള സ്ഥലമാണ്, നോക്കാം, പോയി നോക്കാം. മഴയത്തെല്ലാം ഓടി ഓടി വണ്ടീൻ്റെ ചെളിയെല്ലാം കുറേ പോയി, വണ്ടി കുറേ ക്ലീനായി കേട്ടോ. എന്നാലും ഉണ്ട്, ഉരച്ച് കഴുകാനൊക്കെ ആണെങ്കിൽ കുറച്ച് ചെളിയെല്ലാം ഉണ്ട്, അത് ഇല്ല. ഈ വേഗം തന്നെ ആയിട്ടുണ്ട്, നല്ല വലിയൊരു വാട്ടർഫാൾ. റോഡ് സൈഡിൽ ഒരുപാട് നമുക്ക് ഇതുപോലെ ജില്ലിയും മണലെല്ലാം കൂട്ടിയിട്ട് കാണാം കേട്ടോ. ഇവിടെ സംഭവം ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഈ കല്ല് തുറന്നിട്ടുണ്ടല്ലോ, ഈ പാറയെല്ലാം പൊടിച്ചിട്ടാണ് ഇതെല്ലാം ഉണ്ടാക്കുന്നത്. തുറന്നെടുക്കും. ഈ റോഡ് സൈഡിലൊക്കെ ഇവരെ ആകെയുള്ള വരുമാന മാർഗ്ഗം ഇതാന്ന് തോന്നുന്നു. ഇവിടെ എല്ലാം ഈ പാറ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ അവിടെ എല്ലാം അവർ തുറന്ന് പൊട്ടിച്ചിട്ടുണ്ടാവും. ഇവിടെയെല്ലാം കണ്ട ചെറിയ ചെറിയ ഷെഡുകൾ കാര്യങ്ങളാക്കിയിട്ടുണ്ട്. പിന്നെ അവിടുന്ന് പൊട്ടിച്ചിട്ട് അവിടെ തന്നെ ഉണ്ടാവും, ജില്ലി ഉണ്ടാവും, പിന്നെ മണലുണ്ടാവും, എല്ലാം ഉണ്ടാവും കേട്ടോ. അപ്പം അങ്ങനെയാണ് ഇവർ ഈ സാധനങ്ങൾ ഉണ്ടാക്കുന്നത്. നമ്മുടെ നാട്ടിലെ പോലെ കടൽ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. പോയി ഇതാ റാങ്തോങ് എന്ന് പറഞ്ഞൊരു വില്ലേജ് എത്തിയിട്ടാ. റാങ്തോങ് ഒന്നും കാണാൻ പറ്റുന്നില്ല, ഫുൾ കോടാ. അവിടെ എന്തെങ്കിലും ബിൽഡിങ്ങൊക്കെ ഉണ്ട്, പക്ഷെ ഒന്നും കാണാൻ പറ്റുന്നില്ല കേട്ടോ. എമ്മാതിരി കോട, നേരം വെളുത്തതാ ഫുള്ള് ഇതാണ് അവസ്ഥ. എവിടെ നോക്കിയാലും കോടമഞ്ഞാണ്, എന്താ ചെയ്യാം. ഒരുപാട് ബോർഡുകൾ കാണുന്നുണ്ട് കേട്ടോ. എല്ലാ ഗ്രാമങ്ങളും ഒന്നിനേറെ സുന്ദരം എന്ന് പറയാം, നല്ല രസമുള്ള സ്ഥലങ്ങളാണ്. എന്താ പറയുക, ഇപ്പം എങ്ങോട്ട് പോകുന്നില്ല, കൺഫ്യൂഷനാണ്. എവിടെ നോക്കിയാലും മഴയും കോടയും നല്ല വ്യൂകളാണ്. വ്യൂ എന്ന് പറഞ്ഞാൽ ഇതുപോലെ കോട മൂടി കിടക്കുന്ന മലകളാണ് കേട്ടോ, വേറെ ഒന്നും കാണാനൊന്നുമില്ല, ഒന്നും കാണൂല കേട്ടോ. നമ്മളൊരു പൊന്മുടിയിലേക്ക് കൂടിയെല്ലാം പോകുന്ന പോലെ കേട്ടോ, അതുപോലെയുള്ള സ്ഥലങ്ങൾ കാണാൻ. ഫുൾ പച്ചപ്പോട് പച്ചപ്പ്, മഴയോട് മഴ, വേറെ ഒന്നും കാണാനില്ല, ഫുള്ള് പച്ചപ്പാ. ഒരു ബോർഡ് കാണാം, ഏതോ ഒരു വില്ലേജിന്റെ സ്റ്റാർട്ട് കേട്ടോ. അടിപൊളി, നല്ല ക്ലൈമറ്റ്, ഒന്നും പറയാനില്ല. ടീമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ വെള്ളമടിച്ചിരിക്കുക. ചെറിയ പൈസയില്ല, ഫുള്ളിനുള്ള 200 ഉറുപ്പ്യയില്ലെന്ന് പറഞ്ഞത്, അത്ര പൈസയില്ല ഇവിടുത്തെ മദ്യത്തിനെല്ലാം. അപ്പോൾ അങ്ങനെ എൻജോയ് ചെയ്യാനെല്ലാം വരുന്നവരാണെങ്കിൽ നൈസ് സ്ഥലം, ഒന്നും പറയാനില്ല. നമ്മൾ ഏതോ ഒരു സ്ഥലത്ത് എത്തിയേട്ടാ, നല്ല രസമുണ്ട് കാണാൻ. എന്തായാലും നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ്. നമ്മളെ പുറത്തേടിയുള്ള സ്ഥലമില്ലേ, നമ്മുടെ മറ്റേ ക്ലാസ്മേറ്റിൻ്റെ നോട്ട് ബുക്കിലൊക്കെ കാണാറില്ലേ, പിന്നെ മാച്ചിപ്പിച്ചോ അതിൻ്റെ പേരൊക്കെ പറഞ്ഞുപോയി.
പിന്നെ അതുപോലെ ഒരു സ്പോട്ടാട്ടോ. പിന്നെ കുറേ കല്ലുകളൊക്കെ വെച്ചിട്ടുണ്ട്. എന്തായാലും പോയി നോക്കാം. നല്ല രസമുണ്ട്, നല്ല ക്ലൈമറ്റ്, നല്ല മഴ, നല്ല കിടിലം മഴ, തണുപ്പുണ്ട്. അതുകൊണ്ട് ഒരുപാട് കല്ലുകൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. നൈസ്. എന്താ സംഭവം എന്നറിയില്ല, എന്തെങ്കിലും ഹിസ്റ്റോറിക്കൽ സാധനങ്ങളാണോ എന്നറിയില്ല. നടക്കാനുള്ള വഴികളൊക്കെ ഉണ്ട്, ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങളുണ്ട്. എന്താണിത്? വാവ്, ഒരുപാട് ഇരിപ്പിടങ്ങൾ പോലെ സംഭവം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. എന്താ സംഭവം എന്ന് മനസ്സിലാവുന്നില്ല. കുറേ എണ്ണം കാണുന്നുണ്ട് ചുറ്റും. എന്തായാലും കൊള്ളാം. കൊള്ളാട്ടാ, നല്ലൊരു സെറ്റപ്പ്. ഇതെന്താന്ന് പോലും ഇവിടെ ഒരു ബോർഡോ കാര്യമോ ഒന്നുമില്ല. കുറേ കല്ല് വെച്ചിട്ടുണ്ട്. എന്താ സാധനം എന്നറിയില്ല. അതായത് പഴയൊരു സംഭവമാണെന്ന് തോന്നുന്നു, പഴയൊരു സെറ്റപ്പാന്ന് തോന്നുന്നു. നല്ല രസമുണ്ട്, ഭംഗിയുണ്ട്. മഴ തുടങ്ങി. വണ്ടിയും കൊണ്ട് എല്ലാം പോകാൻ പറ്റും കേട്ടോ. ഫുൾ ഓപ്പൺ സ്പേസ് ആണ്, നല്ല കാറ്റ്, തണുക്കാൻ തുടങ്ങി. ഇതിലൊക്കെ വണ്ടി പോയ ട്രാക്കുകൾ കാണുന്നുണ്ട്. നമുക്ക് സുഖമായിട്ട് പോവാം കേട്ടോ. പുറകിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് സുന്ദരമായിട്ട് പോയി കാണാൻ പറ്റിയ സ്പോട്ടാണ്. പോകാൻ പറ്റുന്നതേ ഉള്ളൂ. എന്തായാലും സംഭവം കലക്കി. അടിപൊളി സ്പോട്ട് കേട്ടോ. വെറുതെ ഇങ്ങനെ റോഡ് സൈഡിൽ പോകുമ്പോൾ കണ്ടാണ്, എന്നിട്ട് ജസ്റ്റ് കയറുകയാണ്. ഇവിടുത്തെ ഇപ്പോൾ മാഗിൽ ഉണ്ടായി കഴിച്ചു, ഒന്നും പറയണ്ട. ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കേട്ടോ. നമ്മളെ വണ്ടി മാത്രമല്ല, അതിൻ്റെ അപ്പുറത്തൊക്കെ ഇതാ കുറേ വണ്ടികളൊക്കെ അവിടെ ഇവിടെയൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇന്നിവിടെ ക്യാമ്പ് ചെയ്താലോ എന്നിങ്ങനെ ഒരു പ്ലാൻ ഉണ്ട്. അറിയില്ല, വേറെ ലോക്കൽസ് കാര്യമൊന്നും ഉണ്ടാകാൻ ചാൻസ് ഇല്ല കേട്ടോ. ഇവിടെ ആരുമില്ല. പിന്നെ അത്യാവശ്യം വെള്ളമടിക്കുന്ന സ്ഥലമാണ്, കുറച്ച് കുക്കിങ് കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലേ ഉള്ളൂ. നോക്കട്ടെ, പയ്യെ പോവാലോ. സൺഡേ അല്ലേ, എവിടെയെങ്കിലും ഇങ്ങനെ എവിടെയെങ്കിലും ടെൻ്റ് അടിക്കാന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. ഇങ്ങനെ മെയിൻ റോഡിന് നേരെ കയറി വരുന്നിടത്ത് തന്നെയാണ്. ഇവിടെയാണ് നമ്മുടെ മറ്റേ പില്ലേഴ്സ് കാര്യങ്ങളൊക്കെ ഉള്ളത്. അത് കഴിഞ്ഞാൽ നമുക്ക് എവിടെ വേണോ പോകാൻ പറ്റും. ഇവിടുന്ന് അങ്ങോട്ട് ഇങ്ങനെ വിശാലമായി കിടക്കണം. നമുക്ക് എങ്ങോട്ട് പോകണം പോവാം. നോക്കിക്കഴിഞ്ഞാൽ കാണാതാ അവിടെ ഒരു 800 നിർത്തിയിട്ടുണ്ട്. അങ്ങോട്ടൊക്കെ പോകാൻ പറ്റുന്ന കേട്ടോ. ഏത് ഏരിയയിലൊക്കെ വേണോ നമുക്ക് പോകാൻ പറ്റും വണ്ടി കൊണ്ട്. ഇവിടെയിലിങ്ങനെ ഒരുപാടുണ്ട് കേട്ടോ ഇങ്ങനത്തെ കല്ലുകൾ. ഈ അതിൻ്റെ മുകളിൽ ഒരു സിംഗിൾ കല്ല് കാണുന്നുണ്ട്. പിന്നെ സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് കയറി പോകാൻ. ഇതാണ് എൻട്രൻസ് കേട്ടോ. ഈ എൻട്രൻസിന് നടുക്കി പോയിട്ട് ഇങ്ങനെ കയറി അവിടെ പോകും. ഈ ഒരു പ്രദേശം ഫുള്ള് പാറകളാണ്, എവിടെ നോക്കിയാലും പാറകളാണ് ഇതുപോലെയുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇതാ ഈ മോണോലിത്തിൻ്റെ കാഴ്ചകളും അതുപോലെ നമുക്ക് കാണാൻ പറ്റാതെ പോയ വ്യൂ പോയിൻറ്റും കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ അടുത്ത മേഘാലയയിലെ സ്പോട്ടുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. Thank you for watching.